Hello guys, welcome to Market Analysis video. ഇന്ന് നിഫ്റ്റിയിൽ ഒരു വീക്ക്ലി എക്സ്പയറി ഡേ ആയിരുന്നു. അതുപോലെ തന്നെ മാർക്കറ്റ് ഒരു അൺയൂഷ്വൽ മാർക്കറ്റ് ആയിരുന്നു. വളരെ വളറ്റൈൽ മാർക്കറ്റ് ആയിരുന്നു ഇന്ന്. സാധാരണ മാർക്കറ്റിൽ ഇങ്ങനെയുള്ള മൂവ്മെന്റുകൾ വളരെ കുറവായിരുന്നു. ഇന്ന് പ്രത്യേകിച്ച് എക്സ്പയറി ഡേ ആയതുകൊണ്ടായിരിക്കാം ഇത്രയും ഒരു അൺയൂഷ്വൽ മൂവ്മെന്റ് ഇന്ന് കാണാൻ പറ്റിയത്. സോ നമുക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ വർക്കായി എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞത് നമ്മുടെ ഇന്നലത്തെ ചാർട്ടിനെ അനാലിസിസ് ചെയ്തിട്ട് അതിൻ്റെ ഹയർ മാർക്ക് ചെയ്ത് അതുപോലെ അതിൻ്റെ ലോവർ മാർക്ക് ചെയ്ത് മാർക്കറ്റ് എങ്ങോട്ടാണോ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങോട്ടാണ് ഒന്നെങ്കിൽ ലോവർ സൈഡാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് ഇവിടെ ഒരു സസ്റ്റെയിൻ ചെയ്യാണ്. മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത പാടല്ല, മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് അവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ലോവർ സൈഡ് എടുക്കാം. അല്ലെങ്കിൽ ഹയർ ലെവലിലാണ് മാർക്കറ്റ് റെസിസ്റ്റൻസ് ആണ് ബ്രേക്ക് ചെയ്യുന്നെങ്കിൽ അവിടുന്ന് മാർക്കറ്റ് അപ്സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു ട്രേഡ് നോക്കാമെന്ന്. പക്ഷേ ഇന്ന് വളരെ അൺയൂഷ്വൽ, ഞാൻ പറഞ്ഞതുപോലെ അൺയൂഷ്വൽ മാർക്കറ്റാണ്. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ട് സെല്ലിങ് കാണിച്ചു. ജസ്റ്റ് ഇന്നലത്തെ ലോ ഒന്ന് ക്ലോസ് ചെയ്ത ഉടനെ തന്നെ മാർക്കറ്റ് ഹയർ ലെവലിലേക്ക് റിവേഴ്സ് ആയിട്ട് നല്ലൊരു സ്പെയ്ക്കോടെ ഉടനെ തന്നെ ഇന്നലത്തെ ഹൈയിലേക്ക് വന്നു. അവിടുന്ന് വീണ്ടും താഴേക്ക് വന്നു. ഇന്നത്തെ ലോവും ക്രോസ് ചെയ്തു. അവിടെ നിന്നൊരു നല്ലൊരു ഹൈ, ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഹൈ ആണ് മാർക്കറ്റ് ഇന്ന് തന്നത്. സോ എനിവേ, ഞാൻ ഇതിനെ കൂടാതെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു ഗ്യാപ്പ് അപ്പ് തിയറി എന്നുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഒന്നും കൂടി അത് കാണാം. ആ ഒരു ട്രേഡ് പ്ലാൻ പ്രകാരം ഇന്ന് നമുക്ക് നല്ലൊരു ട്രേഡ് ലഭിച്ചിരുന്നു. അത് പറഞ്ഞത് അതിൽ ഞാൻ എക്സാക്ട്ലി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു ദിവസം നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരികയാണെങ്കിൽ അതിൻ്റെ റീസൺ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കണം ആദ്യം. അതിൻ്റെ റീസൺ, ഇന്നത്തെ ഗ്യാപ്പ് അപ്പിൻ്റെ യഥാർത്ഥ കാരണം US കൺസ്യൂമർ ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിരുന്നു. ആ ഡാറ്റ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇന്നലെ നല്ലൊരു റാലി ഉണ്ടായിരുന്നു US മാർക്കറ്റിൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടിയത്. പക്ഷേ നമ്മുടെ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തത് ഒരു നെഗറ്റീവ്, അതായത് ഒരു സെല്ലിംഗ് സൈഡ് ഇതിലാണ് നമ്മുടെ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തത്. സോ ഈവൻ US മാർക്കറ്റിൻ്റെ ഒരു റീസൺ കൊണ്ട് നമുക്ക് നല്ലൊരു ഗ്യാപ്പ് അപ്പ് കിട്ടിയാൽ, പക്ഷേ അതിൻ്റെ തലേ ദിവസം നമുക്ക് നമ്മുടെ മാർക്കറ്റ് ഒരു വീക്ക്നെസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ഒരിക്കലും സസ്റ്റെയിൻ ചെയ്ത് അവിടുന്ന് മുകളിലോട്ട് പോകില്ല. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തത്. അത് പ്രകാരം നമുക്ക് നല്ലൊരു ട്രേഡ് ഇന്ന് കിട്ടിയിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് താഴെ വന്ന് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതാണ് കണ്ടത്. ഇതാണ് ആ ഒരു ഗ്യാപ്പ് അപ്പ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തത്. നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണുക. അത് ഒരുപാട് പേർ കണ്ടിരുന്നു. നിങ്ങൾ കണ്ടില്ലെങ്കിൽ തീർച്ചയായും കാണാൻ, നിങ്ങൾക്ക് അതിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. എനിവേ, ആ ഒരു തിയറി പ്രകാരം നമുക്ക് നല്ലൊരു ട്രേഡ് ഇന്ന് എടുക്കാൻ പറ്റുമായിരുന്നു. സോ അതാണ് ഇന്നത്തെ ട്രേഡിംഗ് പ്ലാനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ പറഞ്ഞതുപോലെ നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തത് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ ഉണ്ടായത്, ഇന്നലത്തെ കഴിഞ്ഞ 2 ദിവസത്തെ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലായിരുന്നു. പിന്നെ ഇന്നലെ ഒരു ചെറിയൊരു റെഡ് ക്യാൻഡിലാണ് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇവിടുന്ന് എങ്ങോട്ട് മൂവ് ചെയ്യുന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സോ നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞത് ഇന്നലത്തെ ഹൈയും ലോവും മാർക്ക് ചെയ്ത് അതിൽ നിന്ന് എങ്ങോട്ടാണോ ബ്രേക്ക് കിട്ടുന്നത് അതിനനുസരിച്ചായിരിക്കും ഡയറക്ഷൻ കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ടും നല്ലൊരു സെല്ലിംഗ് കാണിച്ചു. അവിടുന്ന് പെട്ടെന്നൊരു സ്പൈക്ക് മുകളിലേക്ക് വന്നു, വീണ്ടും താഴെ വന്നു, വീണ്ടും ലാസ്റ്റ് അവറിൽ നല്ലൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് 22,400 അടുത്താണ് ഇന്നത്തെ ക്ലോസിങ് തന്നുള്ളത്. സോ ഈ ഒരു അൺയൂഷ്വൽ ബൈയിങ്, അതായത് ലാസ്റ്റ് അവറിലുണ്ടായ ഈ ഒരു ബൈയിങ് നമ്മൾ ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം മാർക്കറ്റിൽ ഇങ്ങനത്തെ മൂവ്മെൻറ്റ് വളരെ അപൂർവമാണ്. ഇങ്ങനെ എല്ലാ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ടത്. സോ ഇത് സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത്, ഇനിയും മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ പോലും
ഈ ഒരു ബൈയിങ് സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫോർ എക്സാമ്പിൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ഗ്യാപ്പ് അപ്പിലൊക്കെ ഓപ്പൺ ചെയ്ത് വീണ്ടും ഇത് കംപ്ലീറ്റ്ലി റിവേഴ്സ് ആണെങ്കിൽ ഈ ഒരു ബൈയിങ് നമ്മൾ ഇൻവാലിഡേറ്റ് ആയിപ്പോകും. സോ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇതൊരു അൺയൂഷ്വൽ ബൈയിങ് ആയതുകൊണ്ട് തന്നെ ഇത് നാളെ തന്നെ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഡയറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ നമുക്കത് നാളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ട്രേഡിംഗ് പ്ലാൻ നോക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നാളെ ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു സെല്ലിംഗ് സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം മാർക്കറ്റ് ഓൾറെഡി നല്ലൊരു അപ്പ് മൂവ് തന്നിട്ടുണ്ട്. സോ ഇനിയും ഗ്യാപ്പ് അപ്പിൽ പോയിട്ട് ചെറിയൊരു അപ്പ് മൂവ്മെൻറ്റ് തരികയാണെങ്കിൽ ഒരു വീക്ക്നെസ്സിൽ നമുക്ക് സെല്ലിംഗ് സൈഡാണ് ഏറ്റവും ബെസ്റ്റ് ട്രേഡ് നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത്. സെക്കൻഡ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നല്ലൊരു സെല്ലിംഗ് ആണ് ഫസ്റ്റ് തരികയാണെങ്കിൽ സോ സെല്ലിംഗ് വന്നിട്ട് പിന്നെ ഒരു റിവേഴ്സൽ പ്ലാനിലാണ് മാർക്കറ്റ് ഒരു ഹയർ ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബൈയിങ് സൈഡ് നോക്കാം. സോ ഇത് രണ്ടാണ് നാളത്തെ ട്രേഡിംഗ് പ്ലാന്. പ്രത്യേകിച്ച് പറയാനുള്ളത് നാളത്തെ മാർക്കറ്റ് ഒന്ന് വാച്ച് ചെയ്യണം. ഇന്നത്തെ ട്രേഡിംഗ്, അതായത് ഇന്നത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനെ മാർക്കറ്റ് നാളെ വാലിഡേറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അത് ഇൻവാലിഡേറ്റ് ആയി പോകുന്നുണ്ടോ എന്നത് നമുക്ക് നാളെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ പറയാനുള്ളത് FIAയുടെ ഇന്നും സെല്ലിംഗ് സൈഡാണ്. പക്ഷെ അവർ ഇന്ന് വളരെ കുറച്ച് മാത്രമേ സാധാരണ സെല് ചെയ്യുന്നതിനേക്കാളും വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ ചെയ്തുള്ള ഒരു പോസിറ്റീവാണ്. സോ ഇന്നത്തെ മാർക്കറ്റിൽ ഇത്രമാത്രമേ ഉള്ളൂ. നാളത്തെ മാർക്കറ്റ് നോക്കി നമുക്ക് വ്യക്തമായിട്ട് അനാലിസിസ് ചെയ്യാം. അതുപോലെ തന്നെ വീക്ക്ലി അനാലിസിസ് ഒക്കെ അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.